കാർഷിക വാർത്തകൾ. വെളിച്ചെണ്ണ വിപണിക്ക് പുതിയ വെല്ലുവിളിയുമായി സോയ ഓയിൽ. രാജ്യാന്തര വിപണിയിൽ നിന്ന് സോയ ഓയിൽ ഇറക്കുമതിക്കായി ഇന്ത്യൻ വ്യവസായികൾ വൻ കരാറുകൾ ഉറപ്പിച്ചു. അടുത്ത വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെ 6 ലക്ഷം ടൺ സോയ ഓയിൽ ഇറക്കുമതി ചെയ്യും. വിദേശ എണ്ണകളോട് പൊരുതി നിൽക്കുന്ന സ്വാധീനം ഇപ്പോൾ വെളിച്ചെണ്ണ വിപണിക്ക് പുതിയ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യൻ വ്യവസായികൾ സോയ ഓയിൽ ഇറക്കുമതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അടുത്ത വർഷം ഏപ്രിൽ മുതൽ ജൂലൈ വരെ 6 ലക്ഷം ടൺ സോയ ഓയിൽ ഇറക്കുമതിക്കായി കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. പ്രതിമാസം 1.5 ലക്ഷം ടൺ വീതമായിരിക്കും ഇറക്കുമതി. ഇതിന്റെ സ്വാധീനത്തിൽ കൊച്ചിയിലെ വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും 200 രൂപ വരെ വില ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാമോയിലിന്റെ വില അടുത്ത വർഷം ഉയരുമെന്ന് വിപണി പ്രതീക്ഷിക്കുന്നതാണ് ഈ മുൻകരുതലിൽ വാങ്ങലിനു പിന്നിൽ. ലോകത്തിലെ ഏറ്റവും വലിയ പാമോയിൽ ഉൽപ്പാദകരായ ഇന്തോനേഷ്യ അടുത്ത വർഷം രണ്ടാം പകുതിയോടെ അവരുടെ ബയോഡീസൽ നിർബന്ധിത പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ഇത് പാമോയിൽ കയറ്റുമതിക്കുള്ള ലഭ്യത കുറയ്ക്കുകയും ആഗോള വിപണിയിൽ വില വർദ്ധിപ്പിക്കുകയും ചെയ്യും. എന്നാൽ സോയ ഓയിൽ ഇറക്കുമതി പാം ഓയിൽ കയറ്റുമതി ലോബിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇന്തോനേഷ്യയും മലേഷ്യയും പൊടുന്നനെ പാം ഓയിൽ വില കുറച്ച് ഇറക്കുമതിക്കാരെ ആകർഷിക്കാനുള്ള ശ്രമത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യത്തെ കാപ്പി ഉൽപാദനം 2047ഓടെ ഇരട്ടിയാക്കാനുള്ള പദ്ധതിയുമായി കോഫി ബോർഡ്. നിലവിലുള്ള വാർഷിക ഉൽപാദനമായ 3.5 ലക്ഷം ടൺ 7 ലക്ഷം ടണ്ണാക്കി ഉയർത്താനാണ് പദ്ധതി. ഇതിൽ 15% സ്പെഷ്യാലിറ്റി കാപ്പിയായിരിക്കും ഉൽപ്പാദിപ്പിക്കുക. പദ്ധതിയുടെ ഭാഗമായി പരമ്പരാഗതമായി കാപ്പി കൃഷി ചെയ്യുന്ന മേഖലയ്ക്ക് പുറത്തേക്കും കൃഷി വ്യാപിപ്പിക്കും. ഒഡീഷ വടക്കുകിഴക്കൻ മേഖലയിൽ 1 ലക്ഷം ഹെക്ടറിലായിരിക്കും കൃഷി ഇറക്കുക. കൂടുതൽ വൈവിധ്യമുള്ള കാപ്പി വിളകളും ഉൽപ്പാദിപ്പിക്കും. ഇതിനായി സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയ 3 ഇനം കാപ്പി വിളകൾ പുറത്തിറക്കും. കാപ്പി ഉൽപ്പാദനം ഇരട്ടിയാക്കുന്നത് ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ പ്രാരംഭഘട്ടത്തിലാണെന്നും വിശദമായ നടപടികൾ വരാൻ പോകുന്നതേയുള്ളൂവെന്നും കോഫി ബോർഡിലെ കേരള സർക്കാരിന്റെ പ്രതിനിധി അറിയിച്ചു. പദ്ധതി വഴി കാപ്പി ഉൽപ്പാദനത്തിൽ രണ്ടാമതുള്ള കേരളത്തിന് നേട്ടമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉൽപാദനത്തിനൊപ്പം കാപ്പിയുടെ ആഭ്യന്തര ഉപഭോഗം ഉയർത്താനും കർഷകർക്ക് കൂടുതൽ വില ലഭിക്കാനുമുള്ള പദ്ധതികളാകും ഉണ്ടാവുകയെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കാപ്പി കൃഷിയുടെ പ്രധാന കേന്ദ്രമായ വയനാട്ടിൽ നിലവിലുള്ള കാപ്പിയുടെ ഉൽപാദനക്ഷമത 1 ഹെക്ടറിൽ 800 കിലോഗ്രാം മാത്രമാണ്. കേരളത്തിന്റെ മൊത്തം കണക്കുകളെടുത്താൽ ഇത് ഏതാണ്ട് 1000 കിലോയോളമാണ്. അതേസമയം കാപ്പി ഉൽപാദനത്തിൽ ഒന്നാമതുള്ള കർണാടകയിലെ കുടകിൽ ഹെക്ടറിൽ 1500 കിലോയോളം കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആവശ്യക്കാർ കൂടിയതോടെ മുല്ലപ്പൂവിന് വില കുതിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കിലോയ്ക്ക് 1000 രൂപ മാത്രമുണ്ടായിരുന്ന മുല്ലപ്പൂവിനിപ്പോൾ വില 5000 കടന്നു. തമിഴ്നാട്ടിലെ കനത്ത മഴയും ഉൽപാദനത്തിലെ കുറവുമാണ് വില വർധനയ്ക്ക് കാരണമായത്. 2 ആഴ്ച മുമ്പ് 1000 രൂപയായിരുന്നു 1 കിലോ മുല്ലപ്പൂവിന്റെ വില. ഇപ്പോൾ 4000 രൂപയും കടന്നിരിക്കുകയാണ്. മുഹൂർത്ത നാളുകളിൽ ഈ വില 5500 രൂപ വരെ ഉയർന്നതായി വ്യാപാരികൾ പറയുന്നു. സാധാരണ ദിവസങ്ങളിൽ 3500 മുതൽ 4000 രൂപ വരെ സ്ഥിരമായ ഉയർന്ന വിലയാണ് രേഖപ്പെടുത്തുന്നത്. തമിഴ്നാട്ടിലെ കനത്ത മഴയും ദുർബലമായ ഉൽപാദനവുമാണ് വിലവർധനയ്ക്ക് പ്രധാന കാരണം. സത്യമംഗലം, കോയമ്പത്തൂർ, നരക്കോട്ട ഈ മേഖലകളിലാണ് കേരളത്തിലെ വിപണിയിലേക്കുള്ള പ്രധാന ഉൽപാദനം നടക്കുന്നത്. കേരളത്തിൽ ഡിസംബർ പകുതിയോടെ ആരംഭിക്കുന്ന മഞ്ഞുവീഴ്ച ഈ വർഷം നവംബർ ആദ്യവാരം തന്നെ ആരംഭിച്ചതോടെ സ്ഥിതി കൂടുതൽ പ്രതിസന്ധിയിലായി. ചൂടുള്ള കാലാവസ്ഥയിലാണ് മുല്ലപ്പൂ ഏറ്റവും നന്നായി വളരുന്നത്. മഞ്ഞുവീഴ്ച മൂലം പൂവ് മൊട്ടിടുന്നത് കുറയുകയും ഉൽപാദനം വലിയ തോതിൽ താഴുകയും ചെയ്തതായി കർഷകർ പറയുന്നു. പാലക്കാട് അതിർത്തിയിലെ വടകരപ്പതി പോലുള്ള പ്രദേശങ്ങളിൽ പ്രാദേശിക കൃഷിയുണ്ടെങ്കിലും ആകെ ഉൽപാദനം മതിയാകുന്നില്ല. ഇതാണ് വിപണിയിൽ വില ഉയർന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 185, RSS 5 181, ലാറ്റക്സ് 126, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടക്ക 280, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71200, കുരുമുളക് അൺഗാർബിൾ 69200, ഏലക്ക 2300 മുതൽ 2400 വരെ, വെളിച്ചെണ്ണ 34000, കൊപ്ര 22000, ചുക്ക് 24000.